നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ധാരാളം സംസാരിക്കപ്പെടും. ഞാനോടൊന്നും പോകുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ദിവസേന നിങ്ങളെയൊക്കെ പരിപാലിക്കുന്ന മാഡം ബിന്ദു അവരൊക്കെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അല്ലേ? ഒരു അമ്മയുടെ വാത്സല്യം, ഒരു അമ്മയുടെ സ്നേഹവും, ഒരു അമ്മയുടെ കരുതലും ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അന്തസ്സായിട്ട് കസേര കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ധാരാളം പേര് വലിയ ത്യാഗം ചെയ്തു. അദ്ദേഹത്തിന്റെ 61ാമത്തെ ചരമ വാർഷികം നമ്മൾ ഭാരതീയരായി നമ്മൾ ആചരിക്കുമ്പോൾ ഈ രാജ്യത്തിന്, ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഈ രാജ്യത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്ക്, ഈ രാജ്യത്തെ മതേതര സ്വഭാവങ്ങൾക്കൊക്കെ വലിയ രൂപവും സംഭാവനയും നൽകിയ ശ്രേഷ്ഠനായ വ്യക്തിയാണ് ബഹുമാന്യനായ ശ്രീ ജവഹർലാൽ നെഹ്റു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുവാൻ, വളർത്തിയെടുക്കുവാൻ അക്ഷീണം എത്തിച്ച ബഹുമാന്യനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിനെയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങൾ, ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ മനുഷ്യാവകാശങ്ങളുമായി ലോകമെമ്പാടുമുള്ള ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ്. ഞാൻ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമാണ് പഠിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ വളരെ ശ്രേഷ്ഠന്മാർ രാജഗോപാൽ, ബാലഗോപാൽ തുടങ്ങിയ ബാലഗോപാലിയുടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വളരെ ശ്രേഷ്ഠരായ അധ്യാപകരുടെയൊക്കെ ആ ശിക്ഷണയിൽ മനുഷ്യാവകാശം പഠിച്ചാണ്. ഇന്ന് മനുഷ്യാവകാശങ്ങൾക്ക് ഇങ്ങനെ താളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യാവകാശം ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ പാട്ടുകൾ പാടുവാനും അങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് വലിയ അവസരമാണ്. നിങ്ങൾക്കൊക്കെ ഉയർന്നു വരാനുള്ള ഇത്തരം ശ്രമങ്ങൾ വിജയകരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂടിവരവ് നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി